കാത്തോളിനെ സ്വാമി ശരണം. സ്വാമി പോട്ടെ. കുട്ടച്ചനെന്റെ ഇപ്പത്ര പിടിച്ചില്ല. അയാൾക്ക് വന്നൊരു മാറ്റേ. അത് പിന്നെ എല്ലാ ദിവസവും അമ്പലത്തിന്റെ മുമ്പിൽ വരെ വന്ന് നിന്നിട്ട് കേറാതെ പോകുമ്പോ ആരായാലും ശ്രദ്ധിക്കല്ലേ. അത് പിന്നെ എന്റെ ദൈവം എന്നും എന്നോട് ഇങ്ങനെ ഉള്ളപ്പോ ഞാൻ എന്തിനാ വേറെ ദൈവത്തെ തേടി പോകുന്നത്? ഓ അങ്ങനെ അവന്റെ ഒരു തമാശ. ചവിട്ട് ചവിട്ട്. എവിടെയാ അവള്? ആ, നീ എങ്ങനെ വലിയ ന്യായമൊന്നും പറയിക്കണ്ട, മനസ്സിലായല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോണ്ടല്ലോ നീ ഇവിടുന്ന് ഇറങ്ങിയിരിക്കണം. നിന്നെ ഇവിടെ കാണാൻ പാടില്ലെന്ന്. ഇല്ലെങ്കിൽ ഈ ഭൂമി മലയാളത്തിൽ നീ ജീവനോടെ കാണില്ല. അപ്പനാ പറയുന്നത്, മനസ്സിലായോ? നീയൊക്കെ എന്നെ കാണാൻ വന്നിരിക്ക. ഇവിടെയുള്ള ഒരുത്തനെയും കണ്ടിട്ട് നീ വലിയ കൂടുതൽ ആളൊന്നും കളിക്കണ്ടടി. ഓ പിന്നെ വലിയ രക്ഷകന്മാര് വന്നിരിക്കുന്നു. നീയൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് പറയുവാ. മുതലാളിക്കെതിരായിട്ട് സമരം നടത്തിയിട്ട് മുതലാളി മേടിച്ച സ്ഥലത്ത് നീയൊക്കെ താമസിക്കാന്ന് വിചാരിച്ച നടക്കിയല. അത് നീ അപ്പം സമ്മതിക്കല. സാറേ, ഇതാ ചന്ദ്രൻ ചേട്ടൻ മരിച്ച പിന്നെ ആ കൊച്ചിനെ ഇവിടുന്ന് ഇറക്കാനുള്ള പോയില്ല. ജോസേ, ആ എന്നാടാ പ്രശ്നം? അവനിട്ടൊന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നോക്കിക്കോളാം, നീ വെക്കോ. ചെല്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ആ കൊച്ചാണ് ഒറ്റയ്ക്കേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും എപ്പോഴും കാവൽ നിൽക്കാൻ പറ്റില്ല. ചേച്ചി വിഷമിക്കണ്ട, ഇന്നു മുതൽ ഞങ്ങളുണ്ട് ഈ വീടിന് കാവല്. നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്ന? ഇത് കുഴപ്പമാകും കേട്ടോ. എടാ, ഇത് സഖാവ് ചന്ദ്രൻ താമസിച്ച വീടാ. അതുകൊണ്ട് എടാ, നമ്മളല്ല വേറെ ആരുണ്ട് അവർക്കൊരു സഹായത്തിന്? നമ്മൾ എന്ത് ചെയ്യാനാ? ഒരു മാസം മുമ്പ് പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുത്തായി കൊച്ച്, ഒരു കാര്യം ഉണ്ടായില്ല. എടാ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇടപെട്ട കാര്യമുണ്ടോ? എടാ, അവനെ പോലീസ് നല്ല പിടിയാ. എടാ, പിടി നമുക്കുമില്ലേ? നീ ഇങ്ങോട്ട് കയറാൻ നോക്കും. അവന്റെ പുല്ലും നമുക്ക് ചെയ്യാനില്ല. വിട്. ഇരിക്ക് മോനെ. പിന്നെ ഭാസ്കരൻ മാമ കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രിയയായിട്ടുള്ള കല്യാണക്കാരിയൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു. നിനക്ക് വിസമ്മതമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ആ പാറമുട പ്രശ്നം തീർന്നിട്ട് മതി. ഞാനിപ്പോ അത് ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. പൊതുപ്രവർത്തകനാകണമെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മാത്രമേ മുമ്പോട്ട് പോകാൻ ഒക്കൂ. മറ്റുള്ളവരുടെയും അവനവൻ്റെയും. ചന്ദ്രൻ്റെ വീടിന് കാവൽ കിടക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ആ മിണ്ടാപ്രാണി അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട്. പക്ഷെ സൂക്ഷിക്കണം. വർഗീസ് മുതലാളി ആളൊരു കീടമാണ്. ഏതു തറപ്പണിക്കും അയാൾ നിൽക്കും. ഞാൻ ഒറ്റയ്ക്കല്ല അച്ഛാ, ബാബുവും ജോസും ഒക്കെ ഉണ്ട് കൂടെ. ഏതായാലും നമ്മൾ കുറച്ചുപേര് അങ്ങോട്ട് ചെന്ന് തീയതി നിശ്ചയിക്കണം. ഈ വരുന്ന ചിങ്ങത്തിൽ നടത്താമെന്ന ഭാസ്കരൻ പറഞ്ഞത്. അച്ഛാ, ഊണുളമ്പി. ചേട്ടാ വാ.
ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റും ന്യൂനമർദ്ദവും നമ്മൾ ചെറുപ്പം പോലെ കേൾക്കുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഒരേ സമയം 2 ചുഴലിക്കാറ്റ് അറബിക്കടലിലടിക്കുക. എന്താണ് കാര്യം? ഗ്ലോബൽ വാർമിംഗ് ആണ്. ഓരോ ഇഞ്ചിലും നമ്മൾ അതിനെതിരെയുള്ള സമരപരിപാടികൾ ഊർജിതപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ പ്രിയങ്കരനായ കവി പാടിയ പോലെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ ജീവിതം സാധ്യമല്ല. ഒന്ന് നിന്നേ. ഇയാളെ ഗുണ്ടയിൽ നിന്നും ഈ പെൺകൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ വരവും പോക്കുണ്ടല്ലോ, ഇനി അത് ഇവിടെ വേണ്ട. എന്തു പറ്റി? പെങ്കൊച്ചിനെ വയറ്റിലുണ്ടായാൽ ആര് സമാധാനം പറയും? അനാവശ്യം പറയരുതേ. മെമ്പർ ഏക്കുവോ? നിങ്ങൾ പറഞ്ഞ ഗുണ്ട ഇവിടെ ഒന്ന് വേളം വെച്ചപ്പോ ഈ പറഞ്ഞ ആരെയും കണ്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടെ വന്ന് കാവലി കിടക്കാനൊന്നും പറ്റില്ല. അപ്പൊ പിന്നെ ഇവിടെ കാവലടക്കാൻ വരുന്നത് നിങ്ങൾ കിടത്തുകയില്ല, നിങ്ങൾക്കൊട്ട് ആരെയും സംരക്ഷിക്കാനും പറ്റുകയില്ല. സാർ അങ്ങനെയൊക്കെ ആളാകണ്ട. അതെ, നാട്ടുകാർക്ക് അങ്ങനെ പലതും പറയാം. അതൊരു മിണ്ടാപ്രാണിയാ, അതിനെ ഇങ്ങനെ തീ തീറ്റിക്കരുത്. ആരുമില്ലാത്ത കുട്ടിക്ക് ഇങ്ങനെ അവമാനം കൂടെ കേൾക്കേണ്ടി വന്നാ അത് വല്ല കടുങ്കയും ചെയ്ത് കളയും. ശ്ശോ, ആ കൊച്ചവിടെ നിൽക്കുന്ന കണ്ടില്ലേ? നീ എന്നാ വർത്താനം പറയുന്നേ? അതിപ്പോ പയ്യെ പറയാനുണ്ടോ? അങ്ങനാണെങ്കിൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കും. ഇനി ഈ പാവത്തെ ചൊല്ലി നിങ്ങളാരും വേളം വെക്കണ്ട. സന്ധ്യയെ ഞാൻ സംരക്ഷിച്ചോളാം. പിന്നല്ലാതെ എല്ലാം അവന്റെ അസുഖം മാറി കിട്ടുമല്ലോ. ബാവോ എങ്ങോട്ടാ? കേറിപ്പോകരുത് ഇങ്ങോട്ട്. എന്താ അച്ഛാ ഇത്? അത് ചേട്ടനല്ലേ? നീ മിണ്ടിപ്പോകരുത്. എൻ്റെ വാക്ക് ധിക്കരിക്കുന്ന ഇവന് ഈ വീട്ടിൽ സ്ഥാനമില്ല. ഈ നിമിഷം ഇറങ്ങണം. അച്ഛാ, കേക്കണ്ട, അച്ഛാ, കേക്കണ്ടെന്നല്ലേ പറഞ്ഞത്? പോടാ, ഇറങ്ങി ഇറങ്ങി പോടാ. ഏട്ടാ പോകല്ലേ. സാരമില്ല മോളെ, നീ പൊക്കോ. അഭിവാദ്യങ്ങൾ 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 ഞങ്ങളുടെ സഖാവിന് അഭിവാദ്യങ്ങൾ ഞങ്ങളുടെ സഖാവിന് അഭിവാദ്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അഭിവാദ്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അഭിവാദ്യങ്ങൾ 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 ലാൽ സലാം ലാൽ സലാം. സഖാക്കളെ, ഇന്നൊരു ചരിത്ര മുഹൂർത്തമാണ്. ആദ്യകാല പാർട്ടി പ്രവർത്തകർ ചെയ്തതുപോലെ ഒരു വിവാഹം ഇവിടെ നടന്നിരിക്കുകയാണ്. ജാതിക്കും മതത്തിനുമെതിരെ, വർഗത്തിനും വർണ്ണത്തിനുമെതിരെ ഇവർ ചെയ്ത ഈ പ്രവൃത്തി പുത്തൻ തലമുറയ്ക്ക് എന്നും അഭിമാനിക്കാവുന്നതാണ്. പാർട്ടിക്ക് വേണ്ടി ജീവൻ തന്നെ കൊടുത്ത സഖാവാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ്റെ മകൾ
നിരാലംബയായ സന്ധ്യയ്ക്ക് ഒരു ജീവിതം നൽകാൻ മനസ്സ് കാണിച്ച സഖാവ് ഹേമന്തിനും സന്ധ്യയ്ക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ലാൽ സലാം. ശരി സഖാവ്. ആയിക്കോട്ടെ. വെളുവെളുത്തൊരു ചന്ദ്രിക പൂനിലാവേ, കറുകറുത്തൊരു വാവ് നിനക്ക് കൂട്ടുവന്നില്ലേ. വെളുവെളുത്തൊരു ചന്ദ്രിക പൂനിലാവേ, കറുകറുത്തൊരു വാവ് നിനക്ക് കൂട്ടുവന്നില്ലേ. കറുകറുത്തൊരു വാവ് നിനക്ക് കൂട്ടുവന്നില്ലേ. ഇരുളും മൂടി പെണ്ണേ നിന്റെ ഉള്ളിൽ തിങ്ങും മോഹം പൊന്നിൻ ചാർത്തിയിലേടി. പെണ്ണേ നിന്റെ മോഹം പൊന്നിൻ നിന്നായവൻ ചാർത്തിയിലേടി. മറഞ്ഞു നിന്നൊരു നോട്ടമെയ്യണ കരിവിഴിയേ, കരിവള പോ ചിരിയുതിരണ മലരഴകേ. മറഞ്ഞു നിന്നൊരു നോട്ടമെയ്യണ കരിമിഴിയേ, കരിവള പോൽ ചിരിയുതിരണ മലരഴകേ. കണ്ണാന്തളി കയ്യാലവൻ നിന്നെ നുള്ളിയില്ലേ, രണ്ടായല്ലിന്നൊന്നായി ചേരും രാവല്ലേ. കണ്ണാന്തളി കയ്യാലവൻ നിന്നെ നുള്ളിയില്ലേ, രണ്ടായല്ലിന്നൊന്നായി ചേരും രാവല്ലേ. വെളുവെളുത്തൊരു ചന്ദ്രിക പൂനിലാവേ, കറുകറുത്തൊരു വാവ് നിനക്ക് കൂട്ടുവന്നില്ലേ. കറുകറുത്തൊരു വാവ് നിനക്ക് കൂട്ടുവന്നില്ലേ. ഇരുളും മൂടി നിഴല് തിങ്ങി നിൽക്കും വഴിയിൽ നിങ്ങൾ. വെളുവെളുത്തൊരു ചന്ദ്രിക പൂനിലാവേ, കറുകറുത്തൊരു വാവ് വെളുവെളുത്തൊരു 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 ചന്ദ്രിക പൂനിലാവേ, കറുകറുത്തൊരു വാവ് നിനക്ക് കൂട്ടുവന്നില്ലേ. കറുകറുത്തൊരു വാവ് നിനക്ക് കൂട്ടുവന്നില്ലേ. കറുകറുത്തൊരു വാവ് നിനക്ക് കൂട്ടുവന്നില്ലേ. റിപ്പോർട്ടെല്ലാം ആയിരുന്നല്ലോ അല്ലേ? ഇതിലുണ്ട്. ആ നീ നോക്കിയാലോ നമുക്ക്. ഞാനൊന്ന് കുറച്ച് നേരത്തെ പോകും. അച്ഛന് തീരെ സുഖമില്ല, വൈദ്യുതി കാണിക്കും. എടാ ബാബു, ഇന്ന് നാളെയായിട്ട് ഈ പോസ്റ്റ് കൂടെ ഒട്ടിക്കണം. നീ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോകും. ഇവന്മാർ ഈ വാചകടി മാത്രമേ ഉള്ളൂ, അവസാനം ഒറ്റ മനുഷ്യൻ കാണുകയല്ല. എടാ വൈകിട്ട് ഞാൻ എത്തിക്കോളാം, ഇടയ്ക്ക് കുറച്ച് സമയം അത്രേ വേണ്ടൂ. ജോസെത്തി. ആ കൊള്ളാമല്ലോ. പ്ലക്കാർഡ്, പോസ്റ്റർ, കൊള്ളാം കൊള്ളാം. അയ്യോ, പ്രകൃതി സംരക്ഷണ നിയമം. ഹേമ, എന്തോ ബാബു, ഈ പ്ലക്കാർഡ് എഴുതി ആ കോറി പൂട്ടിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഉണ്ടോ? നമുക്ക് വല്ലതും കിട്ടാൻ വേണ്ടിയാണോ നമ്മൾ സമരം ചെയ്യുന്നത്? പിന്നെ ഇവിടെ ഉള്ളതും കൂടെ പൂട്ടിക്കാന്നുള്ളതാണോ നമ്മുടെ പരിപാടി? നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഈ പ്രശ്നം തുടങ്ങിയത് ഇന്നൊന്നുമില്ലെന്നും അല്ല, കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെയാണ്. പാവങ്ങളും കൂലിപ്പണിക്കാരുമായിട്ട് ഒരു 150ഓളം കുടുംബങ്ങളാണ് ആ ക്വാറിക്ക് ചുറ്റും താമസിക്കുന്നത്. ആ പാവങ്ങൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള അവകാശമില്ലേ? അവരുടെ ജീവനും സ്വത്തിനുള്ള സംരക്ഷണമെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? അതൊക്കെ പോട്ടെ, ഇത്രയും വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടും നമ്മളിതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുന്നത് മോശമല്ലേ? നീ പറ. എന്തായാലും നമുക്കിത് പൂട്ടിച്ചേ പറ്റുള്ളൂ. എനിക്ക് കാര്യങ്ങൾ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ആ വർഗീസ് മുതലാളിക്കും കൂട്ടർക്കും എതിരായിട്ടുള്ള പണി ആയതുകൊണ്ടാ. എന്നാ ഞാൻ ഇറങ്ങാം. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. വെളുപ്പിനെ കമ്പം വരെ ഒന്ന് പോണം. ജയോ, പോസ്റ്റർ ഇതിപ്പോ ഒരു 10 പോലും നേരത്തെ കോറിയില് നാട്ടുകാർ പണിതുകൊണ്ടിരുന്ന
ഇപ്പൊ ലോറി പോലും തമിഴ്നാട്ടിൽ നിന്നാ. ആ അതുകൊള്ളാം. ഹേമ, നാളെ നമുക്ക് വണ്ടി തടഞ്ഞാലോ? പോലീസുകാർ തല്ലിയുള്ളായിരുന്നു ഞാനില്ല. അയ്യോ. അതെ ഹേമേട്ടാ, നമ്മുടെ ജോസിന്റെ കൂട്ട് അത്ര ശരിയല്ല. നിങ്ങളൊന്ന് കാര്യമായിട്ട് ഉപദേശിക്കുന്നത് നന്നായിരിക്കും. അതിപ്പം ജോസിന്റെ കുറച്ച് കാശ് വന്നപ്പോൾ ആൾക്കാർ അസൂയ കൊണ്ട് പറയുന്നതല്ലേ? അതാ സത്യം. അല്ലല്ല, പലരും പറയുന്നുണ്ട് ഇക്കാര്യം. ഞാൻ അവനോട് സംസാരിച്ചോളാം. പക്ഷേ നാളത്തെ വഴിതടയിൽ സമരം അതവർക്ക് മറക്കാൻ പറ്റാത്തൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കണം. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക, കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട്. അപ്പൊ പിന്നെ കാണാം. ശരി. ഓക്കെ. സോമ ദാ വേ. എക്സൈസുകാർ കറങ്ങി നടക്കുന്നുണ്ട്, സൂക്ഷിച്ചോണം, സംശയത്തിന് ഇട കൊടുക്കരുത്. ഇടുക്കി സാധനം തീർന്നു, ലാസ്റ്റ് സ്റ്റോക്കാ. വെളുപ്പിനെ പോകണം കൊണ്ടുവരാൻ. കഴിഞ്ഞ തവണ തന്ന സാധനം അത്ര പോരെന്നാ പിള്ളേർ പറയുന്നത് കേട്ടോ. ഒഴിച്ചോ? ആ പിള്ളേരങ്ങനെ പലതും പറയും. കണ്ടേച്ചു പോവാം. എന്തായടാ തീരുമാനങ്ങൾ? ആ രവി ജോസേട്ടനിട്ട് നല്ല പണിയാണ് തന്നത്. ഭൂരിപക്ഷവും സമരാനുകൂലികളാണ്. ഈ നിലയ്ക്ക് പോയാൽ അവനോട് പക്ഷേ നിരാഹാരം വരെ കിടക്കും. ഇക്കണക്കിന് പോയാൽ ഹേമന്ത് അടുത്ത നേതാവാകും. ജോസിയുണ്ടോ ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്ക് ജോസിയേട്ടനാ വലുത്. അവനെപ്പറ്റി ഒരക്ഷരം മിണ്ടരുത്, അവനെൻ്റെ ചങ്ക. എന്നാ ജോസേട്ടാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ, വണ്ടിയിലൊന്നും ഇരിപ്പില്ലായിരിക്കും. അതിഞ്ഞെടുത്ത്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാണേ. ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! സംയുക്ത സമര സമിതി സിന്ദാബാദ്! സംയുക്ത സമര സമിതി സിന്ദാബാദ്! സംയുക്ത സമര സമിതി സിന്ദാബാദ്! സംയുക്ത സമര സമിതി സിന്ദാബാദ്! കോറി മാഫിയയുടെ ചൂഷണം അവസാനിപ്പിക്കുക! കോറി മാഫിയയുടെ ചൂഷണം അവസാനിപ്പിക്കുക! സംയുക്ത സമര സമിതി സിന്ദാബാദ്! സംയുക്ത സമര സമിതി സിന്ദാബാദ്! സംയുക്ത സമര സമിതി സിന്ദാബാദ്! സംയുക്ത സമര സമിതി സിന്ദാബാദ്! അനധികൃത കോറി അടച്ചുപൂട്ടുക! അനധികൃത കോറി അടച്ചുപൂട്ടുക! ഒരു മിനിറ്റ്. കോറി അടച്ചുപൂട്ടുക! കോറി അടച്ചുപൂട്ടുക! കോറി മാഫിയയെ ഒറ്റപ്പെടുത്തുക! ഞാൻ വിളിക്കാം. ശരി എന്നാ. കോറി മാഫിയയെ ഒറ്റപ്പെടുത്തുക! നമ്മളിങ്ങനെ നാട്ടിൽ കൊടിയില്ലേ, അത് ആരാണ്ട് പറിച്ചു കളഞ്ഞു. ചൂഷണം അവസാനിപ്പിക്കുക! കോറി മാഫിയയെ ഒറ്റപ്പെടുത്തുക! കോറി മാഫിയയെ ഒറ്റപ്പെടുത്തുക! മാഫിയയെ ഒറ്റപ്പെടുത്തുക! കോറി മാഫിയയെ ഒറ്റപ്പെടുത്തുക! സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! സംയുക്ത സമര സമിതി സിന്ദാബാദ്! സംയുക്ത സമര സമിതി സിന്ദാബാദ്! സംയുക്ത സമര സമിതി സിന്ദാബാദ്! സമര സമിതി സിന്ദാബാദ്! അനധികൃത കോറി അടച്ചുപൂട്ടുക! അനധികൃത കോറി അടച്ചുപൂട്ടുക! അനധികൃത കോറി അടച്ചുപൂട്ടുക! മാഫിയയെ ഒറ്റപ്പെടുത്തുക! സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! അനധികൃത കോറി അടച്ചുപൂട്ടുക! ഹലോ നേതാവേ, അമ്മാരുടെ വണ്ടി ഇവിടെ പിടിച്ചിട്ടിരിക്കുക. കോറി അടച്ചുപൂട്ടുക! ഓ ശരി ശരി, വൈകുന്നേരം കാണാം. നേതാവേ, ഇവിടെ എന്തൊക്കെ നടക്കുന്ന നേതാവ് അറിയുന്നുണ്ടോ? അതോ ഇനി നേതാവിന്റെ അറിവോടെയാണോ അതല്ല? എന്തുണ്ടായി? നമ്മൾ പാറമട നാട്ടിൽ കൊടി ആരോ എടുത്ത് കളഞ്ഞെന്ന്. ഓഹോ, അതിന് ഏതവൻ ചെയ്യിച്ചാലും ശരി, നമ്മൾ പ്രതികരിച്ചിരിക്കണം. വേണം, തീർച്ചയായും പ്രതികരിക്കണം. ഞാനിപ്പോൾ തന്നെ ആ സഹാക്കളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ എടാ കിഷോറെ,
നമ്മുടെ പിള്ളേർ പാറമടയെ നാട്ടി ആ കൊടി ആരും എടുത്തു കളഞ്ഞു. നീ ഇപ്പം തന്നെ പോയി അന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കണം. ആ ചെല്ലിയല്ലേ. നീ ഒന്ന് അടങ്ങടാ. ഇന്ന് രാത്രിക്ക് മുന്നേ തന്നെ അവന്മാരെ നമുക്ക് പൊക്കാം. നിങ്ങൾ സമരവുമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കൂ. ഞാനുണ്ട്, ഞാൻ ഏറ്റടാ. ഹലോ, ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ. ഇത്ര നാൾ പുറകെ നടന്നിട്ടാണ് സ്റ്റേ ഒഴിവാക്കിയത്. എല്ലാ ലോഡും മുടങ്ങി. ആ ഹേമന്ത് ഒറ്റ ഒരിക്കലും ഇതിന് കാരണം. പരിധിയിൽ കൂടുതൽ ഇത് ഇടപെടാൻ പറ്റുമോ? എല്ലാ ആ ജോസിനും അറിയാം. ഹേമന്ത് ഒരു പ്രശ്നമാണ്. അവനെ അങ്ങനെ പിന്മാറ്റാൻ പറ്റില്ല. അവനെ ഒതുക്കണം. അതിന് എത്ര ലക്ഷം വേണേലും ഞാൻ മുടക്കാം. വൈകിട്ട് നമുക്ക് കാണണം. വൈകുന്നേരം കാണാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇറങ്ങ. ആഹാ, ആരാ ഇത്? മുതലാളിയോ? ജോസ് വന്നില്ലേ? വന്നില്ല. നേതാവേ, ഇങ്ങ് വന്നേ. ആ വാന്നേ. ഇത് നമുക്ക് വേണ്ടപ്പെട്ട ആളാ. നിങ്ങൾ വല്ലതും മിണ്ടിയും പറഞ്ഞിരിക്കേ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവുക. ജോസ് ഇപ്പോൾ വരും. ആകെ ഉയർത്തല്ലോ. സാറിന് കുടിക്കാൻ ഒരു തണുത്ത ഹോട്ട് എടുക്കട്ടെ? എന്നാ ഏലാമ്പേ. മുതലാളിക്കെതിരായി എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ സാറേ? മുതലാളിക്കെതിരായിട്ട് ഞാനോ? അതൊക്കെ അണികളെ വെച്ചുള്ള കളിയല്ലേ മോളെ. നീ ഒരെണ്ണം കൂടെ ഒഴിക്കടി. നിർമ്മലേ, ജോസാ. മുതലാളി പോയോ? എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോയതാ. എടാ ജോസേ, ഇവള് പറയുന്നത് കേട്ടോ, നടപടി എടുക്കുമോന്ന്. എത്രയാണോ അടിച്ചിപ്പം? അതല്ല ഇവിടുത്തെ പ്രശ്നം. ആ ഹേമന്ത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. അവൻ്റെ കൂടെ കുറേ എണ്ണങ്ങളും ഉണ്ടടാ. അതെങ്ങനാ? അവനെ പിടിച്ച് ഒക്കത്തിരുത്തിയത് ഞാനല്ലല്ലോ. അനുഭവിച്ചോ? ഇനിയിപ്പോൾ അതും ഇതും പറഞ്ഞിട്ട് എന്നതാടാ കാര്യം? എങ്ങനെയാ അവനെ ഇതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കുന്നത്? അവനാണെ കാശൊട്ട് മേടിക്കുകയില്ല. എടാ ജോസേ, എത്ര കാശ് വേണേലും മുടക്കാം. ഇതിനൊരു തീരുമാനം നീ ഉണ്ടാക്കണം. എടാ നിനക്ക് പറ്റിയല്ലേ പറ, എനിക്ക് അടുത്ത വഴി നോക്കണം. അവനെതിരെ ഒന്നും ചെയ്യല നേതാവേ. പശു ഒരുപാട് കുറുകിപ്പോയല്ലേ? അതേന്നേ. നീട്ടണോടാ അത്? വേണ്ട, ഇതാമത്തേനും നല്ലോണം ഒട്ടിക്കോളും. ആ, എങ്കിൽ ബാക്കി നമുക്ക് നാളെ ഒട്ടിക്കാം. അതെ.
ജോസല്ലടാ അത് ഏ? നീ എന്താടാ വഴിതടയിൽ സമരത്തിന് വരായിരുന്നത്? നീ എന്നോട് പറഞ്ഞോ? ആരെങ്കിലും എന്നോട് പറഞ്ഞോ? നീ പറഞ്ഞില്ലേ? ഞാൻ അബുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനോട് നിന്റെ അടുത്ത് പറയാനും പറഞ്ഞതാ. അതൊരു രഹസ്യ നീക്കമായിരുന്നു. പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവിടെ ആരും ഒറ്റുന്നുണ്ട്. ഓഹോ, സൂക്ഷിക്കണം. വർഗീസ് മുതലായിട്ട് ഒരു മുട്ടൽ വേണോ? നിങ്ങളുടെ ഇഷ്ടം പോലെ. എടാ, അത് നീ തന്നെ ചോദിക്കണം. എൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. നമ്മളെ വിശ്വസിച്ചേ കുറെ പേര് കൂടെ നിൽപ്പുണ്ട്. അവരെ ചതിക്കാൻ എന്നെ കിട്ടത്തില്ല. പോട്ടേടാ, അടച്ച് പൂട്ടും. വെളുപ്പിനെ ഇറങ്ങിയതാ. ആയിക്കോട്ടെ. ആ ശരി. ആ എടാ ജോസേ, ഒരു മിനിറ്റ് വിളിച്ചേ. നീ എവിടെ പോയിട്ട് വരുന്നു? പിരിവിന്. നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. നിന്റെ ഇപ്പോഴത്തെ ഈ പോക്കും ഈ കൂട്ടുകൂട്ടും ഒന്നും അത്ര ശരിയല്ല. ഒരുപാട് പേര് ചോരയും വിയർപ്പും കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനമായത്. ഇതിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ അന്തസ്സ് കാണിക്കണം ആരായാലും. നീ ഇന്നുവരെ എന്ത് ചെയ്തു ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ നാളെ മുതലെങ്ങാനും ഞാൻ അങ്ങനെ കേട്ടാ നിന്നുള്ള സ്നേഹം കൊണ്ട് പറയാ, നമുക്ക് ആ കാശ് വേണ്ടടാ കേട്ടോ. ആ എന്നാ നീ വിട്ടോ, നാളെ വിളിച്ച് പറഞ്ഞാൽ മതി. ആ ബാബു പോട്ടടാ. പോയിട്ട് വാ. കഴിഞ്ഞില്ലേ? പോവാം. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മുടെ ജോസിന് ചെറിയ മാറ്റമൊക്കെ വന്നിട്ടില്ലേ? പോടാ, അവനങ്ങ് ഒരു മാറ്റവും ഇല്ല. വാ, നിനക്ക് വെറുതെ തോന്നുന്നു. നന്നായ കൊള്ളാം. പിടിച്ചേ. പോയിക്കോ. മോളു വാ വാ വാ. പോസ്റ്റ് ഒട്ടിക്കാണ്ടായിരുന്നു. നമുക്ക് ലൈറ്റ് ഇടാം. ലൈറ്റ് ഇടാം. നീ കഴിച്ചിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. നീ ഇരുന്നോ, ഞാൻ നോക്കിക്കോളാം. ആരാത്? അപ്പാനോ? എന്താ അപ്പനെ ഈ നേരത്ത്? നീ ഒന്നിങ്ങൊന്നേ. എന്താടാ? അതെ, ഞാൻ വന്നത് എന്താന്ന് വെച്ചാ നിന്നോട് ഞാനൊരു കാര്യം പറയണമെന്ന് നിന്നെ കുറെ ദിവസമായി വിചാരിക്കും. എന്താടാ അത്? അപ്പനെ അപ്പനെ വേണ്ട, അപ്പനെ പറഞ്ഞേക്ക്, അപ്പനെ വേണ്ട.
İnkılap zindabad. İnkılap zindabad. İnkılap zindabad. İnkılap zindabad. İnkılap zindabad. İnkılap zindabad. രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. സഖാവ് ഹേമന്ത് സിന്ദാബാദ്. സഖാവ് ഹേമന്ത് സിന്ദാബാദ്. ഇല്ല മരിക്കില്ല. ഇല്ല ഇല്ല മരിക്കില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പ്രിയപ്പെട്ട സഖാക്കളെ, സഖാവ് ഹേമന്തിന്റെ 4ാമത് രക്തസാക്ഷി ദിനം ആചരിക്കാനാണ് നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. സഖാവ് ഹേമന്ത് പാർട്ടിക്ക് ആരായിരുന്നുവെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം ലാൽ സലാം. ഇപ്പോൾ എങ്ങനെയാ നടക്കാനൊക്കെ പറ്റുമോ? ഇല്ല, ഇപ്പോഴും ഒരാളുടെ സഹായം വേണം. ശരി എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. സന്ധ്യ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, നിർബന്ധിച്ചാലേ കഴിക്കത്തുള്ളൂ. പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ആ കൈക്ക് ബലം കിട്ടിയിട്ടില്ല. ജോസോ, ഞാനൊന്ന് കുളിക്കുമായിരുന്നു. കുറച്ചു നേരമായോ വന്നിട്ട്? അച്ഛൻ വീട്ടിൽ വന്നിരുന്നു നാൻസി പറഞ്ഞു. എന്താ അച്ഛാ? അവനെ കോടതി വെറുതെ വിട്ടത് അറിഞ്ഞായിരുന്നോ ജോസ്? അറിഞ്ഞു. വക്കീലിനെ ഞാൻ കണ്ടിരുന്നു. നമ്മൾ ഇനി എന്നതാ ചെയ്യേണ്ടതെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഓ, അവനെതിരെ നമ്മൾ കൊടുത്ത തെളിവൊന്നും കോടതി വകവെച്ചിട്ടില്ല. സന്ധ്യ മാത്രമല്ലേ ഉള്ളൂ സാക്ഷി. പിന്നെ കാശിന്റെ സ്വാധീനം. ഇനിയിപ്പോൾ മേൽക്കോടതി പോയാലും ഇതൊക്കെ തന്നെയാ ഗതി. വെറുതെ വക്കീലന്മാർക്ക് വീണ്ടും വീണ്ടും കാശ് കൊടുക്കാമെന്നല്ലാതെ. എന്നതാടി എടാ സാവന്ത്, എന്നതാ ഇത്? അച്ഛാ, ഞാനെന്നാ അങ്ങോട്ട്. മോളക്കുട്ടി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒന്നുമില്ല. ആഹാ, എന്നാ കളിച്ചോട്ടോ. ആ, ചെല്ലു. വെറുതെ വഴക്ക് കൂടാനുള്ള ഓരോ പരിപാടി. എന്നാ പോട്ടെ. ശരി. ബാബു, നീ നേരത്തെ എത്തിയോ? അതെ. എന്തായി MLA കണ്ടിട്ട്? ബാങ്ക് പ്രസിഡന്റ് കൊടുക്കാൻ MLA കത്ത് തന്നിട്ടുണ്ട്.
അടുത്ത ആഴ്ച കയറാൻ പറ്റുമായിരിക്കും. ആ, അത് നന്നായി. ഞാൻ വണ്ടി വെച്ചിട്ട് വരാം. ബാബു, നമ്മുടെ ചിട്ടിക്കാരൻ സുഖു ഇതിലെങ്ങും വന്ന് നീ കണ്ടോ? സുഖു വരേണ്ട സമയം ആയിട്ടില്ല അച്ഛാ. ആഹാ, ഇത്തവണത്തെ ചിട്ടി എന്തായാലും പിടിച്ചേ പറ്റൂ. ബാബു, അത്തലന്യധരണിയിലുള്ളൊരു മർത്യരൊക്കെയും അയ്യനെ കൂപ്പുവാൻ കൂട്ടമോടെ എരുമേലിൽ ചെന്നിട്ട് പേട്ട കൊണ്ടാടി അയ്യപ്പ പാഹിമ. എന്നെ പിടിക്കാൻ പറ്റില്ല. എന്നെ തൊട്ടില്ലേ? സാന്ത ഒന്ന് അടങ്ങിയിരിക്കടാ, കൊച്ചുമായിട്ട് വഴക്കുണ്ടാക്കാതെ. നാളെ അവധിയാ, എന്തായാലും ഞാൻ അച്ഛൻ്റെ കൂടെ കടയിൽ പോകും. വേണ്ട വേണ്ട, പഠിക്കാനുള്ള സമയത്ത് കടയിൽ പോയാൽ ശരിയാത്തില്ല. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന വല്ല ബോധം ഉണ്ടോ നിനക്ക്? പഠിച്ച് നല്ലൊരു ജോലി മേടിക്കാൻ നോക്ക്, അല്ലാതെ. എന്നിട്ട് നീ എന്താ ജോലിക്ക് പോകാത്തത്? വലിയ പഠിത്തക്കാരി വന്നിരിക്കുന്നു. ഈ കട്ടണം കൊടുത്തേക്ക്. എൻ്റെ എത്രയായി ബാബു? സാറിൻ്റെ എത്രയാ? വരുന്നു. ഇവിടെ 55. തങ്കപ്പച്ചേട്ടൻ്റെ സ്പെഷ്യൽ ടീ. എന്നാ തങ്കപ്പച്ചേട്ടാ ക്ഷീണം? ഉറക്കം നടന്നില്ലേ? കുടിച്ചിട്ട് പോയിക്കണം ഉറങ്ങ. വന്നോ അച്ഛാ? അതേ സുഖം വന്നു കേട്ടോ. സുഖു, അടുത്ത ചിട്ടി ഏതായാലും എനിക്ക് തരണം. സന്ധ്യ മോളെയും കൊണ്ട് ചെക്കപ്പിന് പോകേണ്ടതാ. ഞാൻ മുതലാളിയോട് പറഞ്ഞേക്കാം, ചേട്ടനൊന്ന് ഓർപ്പിച്ചേക്കും. ഞാൻ പറഞ്ഞു എന്ന് നീ മുതലാളിയോട് പറഞ്ഞാൽ മതി. ആവശ്യമുള്ളപ്പോൾ തരാമെന്ന് പറഞ്ഞാൽ എന്നെ ചിട്ടി ചേർത്തേ. അതാ ഞാൻ പറഞ്ഞത്, ചേട്ടൻ ഒന്നുകൂടെ ഓർപ്പിച്ചേക്കും. ഓക്കെ, ആയിക്കോട്ടെ. എന്താ പറഞ്ഞേ? കോടതിയിൽ നിന്ന് വിധിപ്പകർപ്പ് മേടിച്ചോ പിള്ളാച്ച? ഇനി എന്താ ബാക്കി പരിപാടി? ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചില്ല. കോടതിയിൽ നിന്ന് മേടിക്കണം. അച്ഛാ, ഹൈക്കോടതിയിലെ വക്കീലിനെ കാണണ്ടേ? നമുക്ക് അപ്പീലിന് പോകണം. മോനെ ബാബു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് എനിക്കറിയാവോ? പുത്രവിയോഗം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ബലിയിടേണ്ടി വരുന്ന അവസ്ഥ. ജീവനെടുക്കുന്നവൻ അറിയുന്നുണ്ടോ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിലുള്ളവർ അനുഭവിക്കുന്ന വേദന? അതുകൊണ്ടല്ലേ ഞാൻ സന്ധ്യയും മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. എൻ്റെ ഹേമൻ്റെ ചോരയല്ലേ ആ കുട്ടി. ഏത് കോടതി വെറുതെ വിട്ടാലും അവൻ്റെ 70 തലമുറ വരെ അനുഭവിക്കും. അച്ഛാ, അവനെ ശിക്ഷിച്ച് കാണാനുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്.
കാശ് നിയമവും ഒക്കെ അവൻ്റെ കയ്യിലാണ്. ഭരിക്കണതിന് മുമ്പ് അവനോട് എനിക്ക് നേരിട്ട് ചോദിക്കണം, എന്തിനാ എൻ്റെ മോനെ കൊന്നതെന്ന്. കോടതി അവനെ വെറുതെ വിട്ടാലും ഞാൻ അവനെ വെറുതെ വിടുകയില്ല. അച്ഛൻ കണ്ടോ? നീ അതൊക്കെ അങ്ങ് മറന്നേക്ക്. പോയവരോ പോയി, ഇനി അതോർത്തെന്തിനാ വെറുതെ. ആരാ നോക്ക്. ആ അച്ഛൻ ജോഷി സാറ്. ആ ബാബു എന്നാ ഉണ്ടോ വിളച്ചാ സാധനം റെഡിയല്ലേ? എല്ലാം റെഡി. ഇപ്രാവശ്യം ഫിലിം ഫെസ്റ്റിവൽ നടക്കുമോ സാറേ? കഴിവിൻ്റെ പരമാവധി നോക്കുന്നുണ്ടോ? ഈ പ്രാവശ്യം അക്കാഡമിയിൽ നിന്ന് കാശൊന്നും കിട്ടുകയില്ല. അത് നമ്മളുണ്ടാക്കേണ്ടി വരും. നോക്കാം. ആട്ടെ, ശരി സാർ. എന്നാലേ ബാബു, സമയം എത്രയായി? മണി 11 കഴിഞ്ഞല്ലേ? എല്ലാം ഒന്ന് ഒതുക്കിയേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് വരും. ആ എടോ പിള്ളേ, എന്തൊക്കെയാണോ വിശേഷം? ആ, ഇത് ഹേമന്തിന്റെ മോളാ? അതെ. മോള് മോളിപ്പോ? ഞാനിപ്പോ കാനഡയിലാച്ചാ. കഴിഞ്ഞ ആഴ്ച വന്നു. മോളുടെ പേരെന്താ? മാളൂന്ന. സ്കൂളിൽ പ്രിയ എന്നാ വിളിക്കുന്നേ. ആ ഇത് വെച്ചോ. ആന്റിയുടെ പേരെന്നാ? ആന്റിയുടെ പേരും പ്രിയെന്നാ. തൻ്റെ വീട്ടിൽ ജീവിക്കേണ്ട കുട്ടിയാ. നമ്മളൊന്ന് തീരുമാനിക്കുന്നു, വിധി ഒന്ന് നടപ്പിലാക്കുന്നു. പോട്ടോടോ. പോട്ടെ അച്ഛാ. 1-2 അടുത്ത് പോകാനുണ്ടേ. മോളിത് വെച്ചോ, ഞാൻ സെക്രട്ടറിയെ കണ്ടിട്ട് വരാം. നിർത്ത് വിട്ടോ. ആ ഇന്നെന്തോ വലിയൊരു കാര്യം സംഭവിക്കും. അതെന്താ? ഓ, എന്നെ കാണാൻ സാർ ഇവിടെ വരെ ഒന്ന് വന്നല്ലോ. വേണ്ട. അതെന്തേ? എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. നിനക്ക് തിരക്കുണ്ടോ? ഇല്ല. എന്നാ നമുക്കൊന്ന് നടന്നാലോ? ആ അച്ഛനും ഭാസ്കര മാമയും കൂടി നമ്മുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. അത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ. എന്തായാലും നടക്കേണ്ടതല്ലേ? അത് അതിപ്പോ വേണ്ട. അതെന്താ? ഈ തമാശ പറയാനാണോ നീ ഇത്രയും ദൂരം വന്നത്? ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാ. പാർട്ടിയുടെ ചില തീരുമാനപ്രകാരം ആരോരും ഇല്ലാത്തൊരു പെൺകുട്ടിക്കും കുടുംബത്തിനും എനിക്ക് സംരക്ഷണം കൊടുക്കേണ്ടി വന്നു. ഞാൻ അറിഞ്ഞു. അച്ഛൻ പറഞ്ഞു. ആ അത് കാവല് നിൽക്കുമല്ലേ? ആയിരുന്നു. പക്ഷേ ചില സദാചാരവാദികളുടെ വായടയ്ക്കാൻ എനിക്ക് ചിലപ്പോൾ അവളെ കെട്ടേണ്ടി വരും. നീ എന്നോട് ക്ഷമിക്കണം. ഓരോരുത്തന്മാർ ചാകാൻ ഇറങ്ങിക്കോളൂ.
ഹേമൻ്റെ അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു പോയി അല്ലേ അച്ഛാ? കഷ്ടപ്പാടല്ലേ മോളെ. ഹേമന്ത് പോയി കഴിഞ്ഞപ്പം ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും പിള്ളേരുടെ തോളിലായില്ലേ. ആ കേസ് നടത്താൻ നല്ല രീതിയിൽ കച്ചവടം ഉണ്ടായിരുന്ന അവരുടെ സ്വന്തം ഹോട്ടൽ വിറ്റു. എന്നിട്ടോ കേസ് ജയിച്ചോ? അതുമില്ല. ഉള്ള വരുമാനം ഇല്ലാതെയുമായി. ആ കൊന്നവൻ ഇപ്പോൾ എവിടെയുണ്ട്? അവൻ ഗുണ്ടാ പരിപാടികളായി ഇവിടെ തന്നെ ഉണ്ട് മോളെ. എനിക്ക് തന്ന വാക്ക് നടത്താൻ പറ്റാത്തതിൻ്റെ ദേഷ്യത്തിലാണ് പിള്ളെ അന്ന് ഹേമനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. സന്ധ്യമോള് കഴിച്ചോ? എന്തോ ആ കഴിച്ചാ. മതി മതി. അമ്മേ ഇത് കണ്ടോ? എന്നാ ഒരു ആന്റി തന്നതാ. എന്ത് സുന്ദരിയാ ആന്റി. പ്രിയാന്ന ആന്റിയുടെ പേര്. എന്നാ അമ്മ എന്ത് പറ്റി? ഇല്ല. മാളു കഴിക്കാൻ വാ. അച്ഛൻ ഇന്നലെ വെള്ളം കുടിച്ചില്ല കേട്ടോ. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. അതെങ്ങനെയാ? എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. മോള് ചമ്മന്തി എടുത്തോ. അച്ഛാ ഞാൻ പോയിട്ട് വരാം. ആ മോനെ, നീ ഇന്ന് അച്ഛൻ്റെ കൂടെ കടയിൽ വരണം. ബാബു ഇന്ന് വരത്തില്ല. ആ ഇന്ന് കൊച്ചുമുതലാളിയാണല്ലോ ഇൻചാർജ്. മോനെ, ആ ബോക്സിൽ റബ്ബർ മാഞ്ഞിട്ടൊരു ഡയറി ഉണ്ട്. അത് സുഖുവിന് എടുത്ത് കൊടുത്തേ. ഇന്ന് ബാബു വന്നില്ലേ? ഇല്ല, അവൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ 28 ചോറൂണോ ഏതാണ്ടായിട്ട് എല്ലാവരും ഇവിടെ പോയിരിക്കുക. സാബാ, നീഞ്ഞു വന്നേ. എന്നാ ഇതൊക്കെ കൊണ്ടുപോയി നന്നായി ഒന്ന് കഴുകുകയും. ഡബിള്. ഇത് കുടിക്കാനുള്ള വെള്ളം, കൈ കഴുകാനുള്ള വെള്ളം അവിടെ ഉണ്ട്. എന്തോ അച്ഛാ, എന്താ പറ്റിയേ? എന്താ പറ്റിയേ? ഇതിവിടെ പറ്റിയല്ല, അതിന് വേറെ സ്ഥലം നോക്കണം. ഇതിവിടെ പറ്റിയെന്നല്ലേ പറഞ്ഞത്? കൊന്നുകളയും ഞാൻ. അച്ഛാ, വീട്ടിൽ ചെന്നൊന്നും പറയരുത്. വാ, കടയടച്ച് പോകാം. ചേട്ടാ, ഇവിടെ നിർത്തിക്കോ. എത്രയായി? 50.
രണ്ടാമത് എഴുതിക്കുന്നത് എത്രയാവും? ആണോ? എന്നാൽ അതിപ്പോൾ വേണ്ട, ആദ്യത്തേത് മതി. കഴിച്ചുകൊണ്ടിരുന്ന പെയിൻ കില്ലറേ ഇനി കഴിക്കണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് പകരം എന്തോ മാക്സ് ഗാൽ എന്ന് പറഞ്ഞ ഗുളിക എഴുതിയിട്ടുണ്ട്. പൈസ തികഞ്ഞില്ല, നാളെ മേടിക്കാം. ഇപ്പം എങ്ങനെയുണ്ട് അച്ഛാ? പനി കുറവുണ്ട്. രാത്രിയിലെ മഞ്ഞും കൊണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ അച്ഛൻ ഒരാളെ ഇവനിങ്ങനെ വഷളാക്കുന്നത്. മോളെ അത് നമുക്ക് പോലീസിൽ പറയാം. എന്താ അച്ഛൻ ഇന്നലെ ഉണ്ടായത്? ഇത് സൈക്കിളിൽ നിന്ന് വീണൊന്നും അല്ല. മോളെ ഇന്നലെ അപ്പാൻ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട്? ഒന്നുമില്ല, ചെറിയ ഉന്തും തള്ളും ഉണ്ടായി, ഇത്രേ ഉള്ളൂ. അച്ഛൻ സാവാൻ പറഞ്ഞു ശരിയാ, അവനങ്ങനെ വെറുതെ വിടല്. ഇന്നലെ റോഡിൽ വെച്ച് അവൻ എന്നെ പേടിപ്പിക്കാൻ നോക്കി. ഓട്ടോക്കാരുണ്ടായിരുന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടെ. നമ്മൾ ഉപദ്രവിച്ചാലോ? അത്ര നേരല്ലേ, അപ്പോ നോക്കാം. എന്താ അമ്മേ, എന്തു പറ്റി? അമ്മ മരുന്ന് കഴിക്കാത്തോണ്ടല്ലേ അസുഖം മാറാത്ത?
എന്താ ഇത്ര താമസിച്ചേ? ആ വണ്ടിക്ക് ഇച്ചിരി പണിയുണ്ടായിരുന്നു. ആ വന്നോ? സാബുവേട്ടാ, ഞാൻ കാശ് തിരിച്ചു വരുമ്പോൾ ശരി മോളെ. ഒന്ന് നിന്നേ. നീ എങ്ങോട്ടാ ധൃതിയിൽ? എനിക്ക് നിന്നോട് സംസാരിക്കണം. ആദ്യം ഇതൊന്ന് കൊടുത്തു തീർക്കട്ടെ, നമുക്ക് പിന്നെ തൊള്ളാം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. എത്ര താമസിച്ചാലും വരണം. എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? വാ കയറി പറയാം. വാ ഇരിക്ക്. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? വിളിച്ചാൽ ഫോണും എടുക്കില്ല, മെസ്സേജ് അയച്ചാൽ മറുപടിയില്ല. ഇതൊക്കെ വേണ്ടെന്ന് വെക്കാൻ എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചു കഴിഞ്ഞല്ലേ രാഹുൽ? 2 ജ്യൂസ്. നിനക്കൊരു നല്ല ജോലിക്ക് ശ്രമിച്ചൂടെ? വെറുതെ ചീപ്പ് സെന്റിമെന്റ്സും പറഞ്ഞു ഓരോ. നിനക്കിത് വെറും ചീപ്പായിരിക്കാം, പക്ഷെ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല. ഇല്ല, എനിക്ക് മനസ്സിലാകത്തില്ല. നമ്മളെ സംരക്ഷിച്ചവർക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ കടമയല്ലേ? കുടിക്ക്. അപ്പം ഞാനോ? നീ എൻ്റെ എല്ലാമല്ലേ? പ്ലീസ് രാഹുൽ, എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുക. എൻ്റെ അമ്മയോടും അച്ഛനോടും നമ്മുടെ കാര്യം പറയാൻ പോവാ. ബുദ്ധിമുട്ടുണ്ടോ? അച്ഛാ, ഞാനൊന്ന് നേരത്തെ വീട്ടിൽ പോക്കട്ടെ. അമ്മയ്ക്ക് നല്ല സുഖമില്ല. പോക്കോ, ഞാൻ അടച്ചോളാം. ശരി അച്ഛാ. ഇത് എന്നാ പറ്റി? താമസിച്ചു പോയല്ലോ. ഒരു കട്ടനെടുക്കട്ടെ? ചൂട് കുറവായിരിക്കും. സാരമില്ല, അടയ്ക്കാൻ പോവുക. മുടിഞ്ഞ കൊതു കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്. ഇവിടെ ലൈറ്റ് കണ്ടപ്പം ഒരു കട്ടൻ അടിച്ചേക്കാന്ന് വിചാരിച്ചു. ശരി. പിള്ളേച്ചു എന്താ താമസിച്ചേ? ബാബു വന്നില്ലേ? ബാബു വന്നായിരുന്നു, അവൻ നേരത്തെ പോയി. അത് ശരി.
ഓ ശേ മതിയടാ. ജോസെ കാശിന്റെ കാര്യം ഓക്കെ അല്ലേ? ഓക്കെ ആടാ. ഹലോ. എടാ ജോസെ നീ എവിടെയാ? ഞാൻ വെളിയിലുണ്ട്. എന്തേ? നീ ഒന്ന് ഓടി വന്നേ. എടാ എളുപ്പം വരാൻ. ശരി, ദേ വരുന്നു. ഞാനിപ്പോ വരാം. എന്തേ? എന്നാ അച്ഛനെ? അപ്പനെ എന്താ? ഇതിന് നിങ്ങൾ തന്നെ സമാധാനം പറയണ്ടേ? മനസ്സിലായോ? ഇനി എന്താന്ന് വെച്ചാ ചെയ്യ. നിങ്ങൾ തന്നെ എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കും. കൈ കാശ് വല്ലതും ഉണ്ടോ കൊടുക്കാൻ? അപ്പനെ പിടി. എന്റെ പുണ്യോസ് ഇതുകൊണ്ടൊന്നും ഒന്നും ആകുകയില്ല. നീ ഇപ്പൊ എന്താന്ന് വെച്ചാ ചെയ്യ. കാശൊക്കെ നേതാവ് തരും. ജോസെ ഇത് വകുപ്പ് വേറെ, ഞാൻ അകത്തു പോകുന്ന കേസാ. നീ ഒരിടത്തും പോകാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ കാശിന്റെ കാര്യം അത് നേതാവ് പറ്റൂന്നേ. ഇല്ലേ നേതാവേ? നീ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യ്. ചെല്ല്. ഇപ്രാവശ്യം എക്കോസിന്റെ ഗാനമേള വേണമെന്നാ പിള്ളേർ സെറ്റിന്റെ അഭിപ്രായം. കമ്മിറ്റിക്ക് അതിനുള്ള ചിക്കളി ഉണ്ടോ പിള്ളേച്ച? എവിടെ? ആവശ്യം അവരുടെതല്ല പിള്ളച്ച, അവർ നടത്തട്ടെന്നേ. ഇവിടെ ബാബു അല്ലേ വരുന്നത്? ഇവൻ എന്നെ ആശുപത്രിയിൽ നിന്ന് വരുന്ന വരവാണല്ലോ. എന്താടാ പ്രശ്നം? വീട്ടിൽ ചെന്നപ്പോൾ അമ്പലത്തിലുണ്ടാവും പറഞ്ഞു. അതാ ഇങ്ങോട്ട് വന്നേ. നീ കാര്യം പറ. നമ്മളെ മംഗലത്തുകാരുടെ കെട്ടിടത്തിനടുത്തേ ഒരു കൊച്ചു പെങ്കൊച്ചിന്റെ ശവം. ആണോ? അവിടെ നിറച്ച് പോലീസാ. പോലീസായ മണം പിടിച്ച് നമ്മുടെ കടയുടെ അവിടെ എത്തി. ഇത് കുഴപ്പമാകുമോ അച്ഛാ? എന്റെ ദേവി, തെരുവുനായ കടിച്ചു കീറിയ നിലയിലായിരുന്നു ബോഡി. നമ്മുടെ മാളുവിന്റെ പ്രായത്തിലൊരു കൊച്ചു. കഷ്ടം.
എന്നാ പിന്നെ ശരി വിളച്ച. സാറുമാര് വാ ഇരിക്കെ. കഴിക്കാൻ എന്താ ദോശ എടുക്കട്ടെ? ഇന്നലെ കട എപ്പോഴാണ് അടച്ചത്? ഇന്നലെ ഒരു 11:30-12. എന്താടോ ഒരു ഉറപ്പില്ലാത്ത? 10 മണി വരെയല്ലേ നിങ്ങൾക്ക് പെർമിഷൻ? ഇന്നലെ തിരക്ക് കുറവായിരുന്നു, സാധനം തീർന്നില്ലായിരുന്നു. അതുകൊണ്ട് ഓക്കെ. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിചയമില്ലാത്ത ആരെങ്കിലും കടയിൽ വന്നായിരുന്നോ? ഇല്ല, ഇവിടെ അങ്ങനെ ആരും വന്നിട്ടില്ല. ഈ പരിസരത്ത് അങ്ങനെ ആരെങ്കിലും കണ്ടിരുന്നോന്ന്? അതെ, അങ്ങനെ ചോദിച്ചാ ഇല്ല സാർ, അങ്ങനെ ഇല്ല. ഇയാളെന്തോ പറയാൻ വന്നല്ലോ. ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല സാർ. നിങ്ങൾ രണ്ടുപേരാണോ ഈ കടയിലുള്ളത്? ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് മോൻ്റെ കൂട്ടുകാരനാണ്, ഇടയ്ക്ക് വന്ന് സഹായിക്കും. ചില ദിവസം ഇളയ മോനും വരും സഹായത്തിന്. എന്താണ് അതിൻ്റെ പേര്? സാർ പോവാം. ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ സ്റ്റേഷനിൽ അറിയിക്കണം, കേട്ടല്ലോ? ഓ ശരി. പോവാം. എന്താ ചെയ്തത്? നമ്മളെ നല്ല ചെയ്ത പോലാണല്ലോ. എടാ, അപ്പാൻ്റെ ഓട്ടോ അവിടെ വന്ന് നിന്നത് നീ കണ്ടോ? ഇല്ല. എന്താ വെച്ചാ? ഒന്നുമില്ല, നമുക്ക് അടച്ചേക്കാം. അപ്പൊ ഈ ബാക്കി വന്ന സാധനങ്ങളൊക്കെയോ? സാരമില്ല, പോട്ടെ, കളഞ്ഞേരെ. ആ വേഗാട്ടെ. ഈ അച്ഛൻ തന്നെയും തന്റെ കുടുംബത്തെയും ഇനിയും ദ്രോഹിക്കണമെന്ന് എനിക്ക് ലവലേശം ആഗ്രഹമില്ല. എന്റെ വഴിയിൽ കുറുകെ വരരുത്. തനിക്ക് സുന്ദരിയായ ഒരു മോളും ഒരു കൊച്ചുമോളും ഉണ്ടല്ലോ. എന്നെ കൊണ്ട് കടുങ്കയൊന്നും ചെയ്യിക്കരുത്. പറഞ്ഞോ, മനസ്സിലാകണം. താനൊന്നും കണ്ടിട്ടുമില്ല, തനിക്കൊട്ടൊന്നും അറിയത്തുമില്ല. മനസ്സിലായോ? ചേച്ചി വല്ല ശബ്ദം കേട്ടോ? ഒരു ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് പോയതുപോലെ തോന്നിയല്ലോ. അച്ഛനെന്ന് നേരത്തെയാണല്ലോ. ആരാ ഓട്ടോയിൽ വന്നത്? ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിയും ചോദിച്ച് 2 പേര് വന്നിരുന്നേ, അവരാ. ഇതെന്നാ ഇന്ന് സൈക്കിളിൽ നിന്ന് വീണോ? ദേഹത്തൊക്കെ മണ്ണ് പറ്റിയിട്ടുണ്ടല്ലോ. ഇത് ഇവിടെ അല്ല, അവിടെ കടയിൽ നിന്ന് പറ്റിയതാ മണ്ണ്.
എന്താ അച്ഛാ? ഒന്നുമില്ല, മോൻ കിടന്നു. അച്ഛാ കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട, മോള് കിടന്നോ. ആ. ആ, പിള്ളച്ചേട്ടനോ? ജോസില്ലേ ഇവിടെ? ജോസ് ഉണ്ട്, വിളിക്കാം. ജോസേ, പിള്ളച്ചേട്ടൻ വന്നിരിക്കുന്നു. ഇരിക്കു കേട്ടോ. വരുന്നു വരുന്നു. ഇരിക്കാൻ പറ്റുമോ? ആ അച്ഛാ ഇരിക്കും. രാവിലെ വന്നത്? രാവിലെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആൻസി, ചായ എടുക്കാൻ. ഇപ്പൊ ചായ ഒന്നും വേണ്ട. ഞാൻ വന്നത് ഇന്നലെ അപ്പാൻ വീട്ടിൽ വന്നിരുന്നു. ആ കൊച്ചു മരിച്ച അന്ന് രാത്രി ഞാൻ അവനെ അവിടെ കണ്ടായിരുന്നു. അത് പോലീസ് വന്ന് ഇന്നലെ എന്നോട് ചോദിച്ചു. അന്നേരം അപ്പാൻ ദൂരെ കിടപ്പുണ്ട്. പോലീസിനോട് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ അവൻ എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. ഞാൻ കടയടച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ അവിടെ കിടക്കുന്നു, എന്നെ നോക്കി. എന്നിട്ട് അവൻ ഉപദ്രവിക്കാൻ പറ്റുമോ ചെയ്തോ? അവൻ എൻ്റെ കുത്തിന് പിടിച്ച് തള്ളി താഴെയിട്ട്. എന്നിട്ട് അവൻ എൻ്റെ പിള്ളേരെ ഇനി ഉപദ്രവിച്ചാലോ? എനിക്കാകെ പേടി തോന്നുന്നു ജോസേ. ഞാൻ എന്താ വേണ്ടത്? നമുക്ക് നോക്കാം അച്ഛാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്കൊരു സമാധാനമില്ല മോനെ. പിള്ളേർ രാത്രിയിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പോട്ടെ, ഞാൻ വേണ്ട പോലെ ചെയ്യാം അച്ഛാ. അയ്യോ, ചായ കൊണ്ടുപോടി. ഉം. ചായ. കാര്യം കണ്ടു കഴിഞ്ഞിട്ടുള്ള ഈ തറപ്പണി ഉണ്ടല്ലോ, അത് എന്നോട് വേണ്ട. ജോസിനോടും നേതാവിനോടായിട്ടാ പറയുന്നത്, മനസ്സിലായല്ലോ? ഞാൻ ഈ തരവഴിയൊക്കെ ചെയ്യുന്നതേ കാശിന് വേണ്ടിയിട്ടാ, അല്ലാതെ പുണ്യം കിട്ടാനല്ല. ഞാൻ നേരെ സ്റ്റേഷനിൽ പോയങ്ങ് പറയും നിങ്ങളാ കൊന്നതെന്ന്. എടാ നീ ഒന്ന് അടങ്ങ്, കാശിവൻ തരും, ഏറിയാൽ ഒരു 2 ദിവസം. നീ എന്നാ പറയുന്നു? എടാ നിനക്ക് ഞാൻ കാശ് തന്നതല്ലേ? അയ്യടാ, 5000 ഉലുവ. എന്റെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ തയ്യാലോ അത്. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് തൽക്കാലം ഒരു 5 ലക്ഷം രൂപ വേണം, ഒന്ന് മാറി നിൽക്കാനാ. എന്നാ പറയും ജോസേ? ആ കിളവൻ അന്ന് രാത്രി എന്നെ കണ്ടിട്ടുണ്ട്. ഇന്നലെ പോലീസ് അയാളെ അടുത്തുവരെ എത്തി.
ഏത് സമയത്തും അവരെന്നെ പൊക്കാം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്, അല്ലേ ജോസേ? ജോസിന് കാര്യങ്ങളൊക്കെ അറിയാം. എടാ, നീ നേതാവിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നിനക്ക് സേഫായൊരു സ്ഥലം കിട്ടിയാൽ പോരെ, അത് ഞാൻ ശരിയാക്കി തരാം. അത് നീ ശനിയാക്കണ്ട. എടാ മോനെ, എനിക്കറിയാവുന്നതുപോലെ നിന്നെ ഈ ലോകത്ത് വേറെ ആർക്കടാ അറിയാവുന്നേ? അതുകൊണ്ട് ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് എൻ്റെ കാര്യങ്ങൾ വെടിപ്പാക്കി തരണം. പോട്ടോ ജോസ് മോനെ? പോട്ടെ നേതാവേ. അവൻ ചങ്കല്ലേ നേതാവേ, കട്ട ചങ്ക്. അപ്പാനെ, എൻ്റെ കാശിൻ്റെ കാര്യം വല്ലതും നടക്കുമോ? എടാ, ഇന്ന് രാത്രി 12 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അപ്പാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അപ്പാൻ ലക്ഷപ്രഭുവാ. നിനക്ക് എത്രയാ വേണ്ടേ? ആഹാ, ഞാൻ പറഞ്ഞത് മറന്നുപോയോ? അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയേക്കുക. നാളെ 50,000 രൂപ അടക്കണം. നാളെ 50,000 രൂപ? അത്രയേ ഉള്ളൂ? എടാ, അപ്പാൻ ഇന്ന് പൈസ കിട്ടും. സമയം എത്രയായി? 11 കഴിഞ്ഞ് കാണും. 11 മണിയായോ? ഞാൻ പോയി കാശ് മേടിച്ചിട്ട് വരാം. ആ ജോസിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. നീ വിട്ടോ. ജോസേ, നീ വാക്ക് പാലിക്കുന്നതിനാണെന്ന് എനിക്കറിയാം. അതല്ല നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇങ്ങനെ നേരെ ഇന്ന് 12 മണിക്കകം കിട്ടിയില്ലെങ്കിൽ നീ എന്നെ അങ്ങ് ഒലത്തോന്ന്. 12 ആകുന്നതേ ഉള്ളൂ. ജോസഫ് വാക്ക് പാലിച്ചില്ലെന്ന് പറയല്ലേ. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇന്ന് പകൽ വരെ അതിന് ഞാൻ ശ്രമിച്ചു. ഇനി അതില്ല. ജോസിനെ മാന്യമായി ജീവിക്കണം.
എടാ രവി, ഞാനാ ആ ജോസ് എനിക്കിട്ടൊന്ന് പണിതടാ. നീ ഒന്ന് വേഗം വാ. ഇത് നിനക്കായിട്ട് ഞാൻ കൊണ്ടു നടന്നതാടാ. ദൈവം വലിയവനാ. എന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് തന്നില്ലേ? എന്നെ ഒന്ന് ആശുപത്രിയിലേക്ക് എന്റെ മോനും ഇതുപോലെ നിന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടാവില്ലേ ജീവന് വേണ്ടി? എന്തിനായിരുന്നടാ എന്റെ മോനെ നീ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ചാകണം, അതും എന്റെ കൺമുമ്പിൽ കിടന്ന്. ഞാനല്ല നിങ്ങളുടെ മോനെ കൊന്നു. ആ ജോസ് അവനെ എനിക്കിപ്പോ ജോസേ, ആരാ? ആ വിളിക്കണേ. അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, വെളുപ്പിനെ തോട്ടത്തിൽ പോയതാ. വരുമ്പോ പറഞ്ഞേക്കാ ഞാൻ അന്വേഷിച്ചു വന്നെന്ന്. കേട്ടില്ലേ? ആ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു. കാർഷിക കടാശ്വാസ ബില്ല്, പ്രളയ ദുരിതാശ്വാസ നിധി, സമഗ്ര ആരോഗ്യ പരിരക്ഷാ ബില്ല് തുടങ്ങിയ സുപ്രധാന തീരുമാനങ്ങൾക്കാണ് ഇത്തവണത്തെ സമ്മേളനം സാക്ഷ്യം വഹിക്കുന്നത്. സംസ്ഥാനത്തെ പാറമടകളുടെ പ്രവർത്തനങ്ങൾ നിയമാനുസൃതമാക്കുവാൻ മന്ത്രിസഭ തീരുമാനിച്ചു. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ക്വാറികൾ അടച്ചുപൂട്ടുവാനും ലൈസൻസുള്ള ക്വാറികളിൽ അനുമതിയിൽ കൂടുതൽ ഖനനം നടക്കാതിരിക്കുന്നതിനും ഇനി മുതൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മോസ്കോ കവല പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തി. പ്രതി പനമ്പള്ളി പവിത്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹത്തെ മുൻപ് മോസ്കോ കവല പാറമട കേസിൽ കൈക്കൂലി വാങ്ങിയതിന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. അവശ്യ സാധന കയറ്റുമതി നിയമത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം ട്രേഡ് യൂണിയൻ പ്രവർത്തകർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. കടകളടച്ച സമരം ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് തുടങ്ങിയ പ്രതിഷേധ മുറകൾ സ്വീകരിക്കുമെന്ന് സംയുക്ത സമരമുന്നണി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം പ്രതിഷേധം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന്
പോലീസ് അവൻ്റെ മൊഴിയെടുത്തു. അവനെന്തെങ്കിലും പറഞ്ഞോ? പവിത്രൻ്റെയും ജോസിൻ്റെയും പേരാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പേര് പറഞ്ഞോ? ഇല്ല. നീ ആയിരിക്കണം അടുത്ത മോസ്കോക്കാരുടെ നേതാവ്. ചുറ്റിലെ ശത്രുക്കളാണ്, നീ സൂക്ഷിക്കണം. എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം. എന്ത് പറ്റി പിള്ളച്ചേട്ടാ? എന്താ ഒരു ഉഷാറില്ലാത്ത? നല്ല സുഖമില്ലായിരുന്നു, ആശുപത്രിയിലായിരുന്നു. പ്രഷർ കൂടിയതാ, ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് ഇന്ന് വന്ന് തുറന്നത് തന്നെ. രണ്ടെണ്ണോടെ എഴുതട്ടെ പിള്ളച്ചാ? ഇന്ന് വേണ്ട, അത് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നോളാം. ഓ ആ അതാരാ നോക്കിക്കേ. അച്ഛൻ വീട്ടിൽ വന്നിരുന്നു എന്ന് ആൻസി പറഞ്ഞു. ബാബു 2 ദോശ, തട്ടുദോശ എന്നിട്ട് കുറേ നാളായി. എടുത്തു. ആയിക്കോട്ടെ. അച്ഛനെന്താ ഒരു മിണ്ടാട്ടം ഇല്ലാതെ? എന്തു പറ്റി? ബാബുവേ, ദോശ എന്ന് പെട്ടെന്ന് തടവുവേ. ബാബുവേ, എടുത്തു. വിശക്കുന്നറാവേ, പെട്ടെന്ന് വാ. ഓംലെറ്റ് ഉണ്ടോടാ? ഉണ്ട്. ഒരു ഡബിൾ എടു. ജോസേ, വർഗീസ് മുതലാളി കാറിലിരിപ്പുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇപ്പം വരണോ? ഇപ്പം തന്നെ.
എന്റെ പൊന്നുമോനെ, നീ എന്തിനാടാ കൊന്നത്? അവൻ നിന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചതല്ലേ? എന്നിട്ടും നീ എന്തിനാടാ അവനെ? ഇതെന്റെ മോനുള്ള ബലിതർപ്പണം. നിനക്ക് ഞാൻ തരുന്ന അവസാന തുള്ളി.